സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ സ്പോർട്സുകളെ പറ്റിയാണ്. അതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് എങ്ങനെ പറയാം, ഓരോ കളികളെ പറ്റി നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കളികൾക്കും നമ്മൾ പ്ലേ എന്നല്ല പറയുന്നത്. ചില വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് പ്ലേ എന്നുള്ളത് എന്തൊക്കെ സ്പോർട്സിനാണ് നമുക്ക് പറയുന്നതെന്ന് നോക്കാം. പ്ലേ എന്ന് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ബോൾ ഉപയോഗിച്ചുള്ള ഗെയിമുകൾക്കാണ് നമ്മൾ പ്രധാനമായും ഈ പ്ലേ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലേ ഫുട്ബോൾ. നിർബന്ധമൊന്നുമില്ല ബോൾ ഉപയോഗിച്ചായിരിക്കുമെന്ന്, പക്ഷേ പ്രധാനമായും അങ്ങനെയാണ് പറയുന്നത്. പ്ലേ ഫുട്ബോൾ, പ്ലേ റഗ്ബി എന്ന് പറയുന്നത് ബോൾ ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ്. ഇച്ചിരി വ്യത്യാസമുള്ളൊരു ബോളാണ്. പല രാജ്യങ്ങളുടെയും ദേശീയ ഗെയിമാണിത് റഗ്ബി. പിന്നെ മറ്റ് ക്രിക്കറ്റ് നിങ്ങൾക്കറിയാം, അപ്പോൾ അതിന് പ്ലേ ക്രിക്കറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ടെന്നീസും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? പ്ലേ ടെന്നീസ് എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, മറ്റ് ചില ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കരാട്ടെ എടുക്കാം. കരാട്ടയ്ക്ക് നമ്മൾ പ്ലേ കരാട്ടെ എന്നല്ല പറയുന്നത്, കരാട്ടെ ഡു കരാട്ടെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബോക്സിംഗ്, ജൂഡോ, യോഗയും നമ്മൾ ഡു യോഗ എന്നാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്തൊന്നും ബോളൊന്നും ഉപയോഗിച്ചുള്ള ഒരു ഗെയിമൊന്നുമല്ല. അതിനൊക്കെ നമ്മൾ ഡു എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും ഇതിങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ജനറൽ ആയിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ സ്വിമ്മിങ്, ഡാൻസിങ്, ജോഗിങ് ഇങ്ങനെയുള്ള ഗെയിമുകൾക്ക് നമ്മൾ ജോഗിങ് ഒരു ഗെയിമല്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് നമുക്ക് ജോഗിങ് എന്ന് പറയാവുന്നതാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഗോ എന്നാണ് പറയുന്നത്. ഗോ, പ്ലേ അല്ല, ഡു അല്ല, ഗോ സ്വിമ്മിങ്, ഗോ ഡാൻസിങ്, ഗോ ജോഗിങ്. അപ്പോൾ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്തുക. അപ്പോൾ ഡാൻസിങ് നിങ്ങൾക്കറിയാം, ഡാൻസ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. ജോഗിങ് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നത് നമുക്ക് ജോഗിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടുള്ള നടപ്പാണ് ജോഗിങ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ING, അതായത് അവസാനിക്കുന്ന ING ഉപയോഗിച്ചാണ്. അതിനൊക്കെ നമ്മൾ ഗോ എന്നാണ് പറയുന്നത്. അത് നമുക്ക് പറയാവുന്ന ഒരു റൂളാണ്. നമുക്ക് ജനറലൈസ് ചെയ്യാം. ING കൂട്ടിയുള്ളതിനൊക്കെ നമ്മൾ എന്താണ് ഗോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു കോഴ്സാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതലുള്ള വീഡിയോസ് കാണണം. അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.